അപ്പൂപ്പ എനിക്ക് തീരെ വയ്യ. എന്താടാ നിനക്ക് പറ്റിയത്? വയറുവേന അപ്പൂപ്പ, വയറുവേന. കണ്ടതും കാണാതും ഒക്കെ ആയിട്ട് വലിച്ചു തിന്നി, പിന്നെ നിനക്ക് എങ്ങനെ വയറുവേന വരാണ്ടിരിക്കുക? അപ്പൂപ്പ അങ്ങനെ ബളബളാന്ന് സംസാരിക്കാണ്ട് ഡോക്ടറെ വിളിക്കുക അപ്പൂപ്പ, എനിക്ക് നല്ലോണം വയറുവേനയാവുന്നു. ഡോക്ടറല്ലേ, ഒന്ന് വേഗം വരണം, എന്റെ മോന് വയ്യ. ആടാ വിളിച്ചിട്ടുണ്ട്, ഇപ്പൊ വരും. നിങ്ങളല്ലേ എന്നെ വിളിച്ചത്? ആ ഡോക്ടറെ, ഞാൻ തന്നെ നിങ്ങളെ വിളിച്ചത്. എന്താ ഇവിടെ പ്രശ്നം? ഡോക്ടറെ, പിന്നെ നല്ല വയറുവേനയാ, അത് മാറ്റാനാണ് ഡോക്ടറാണ് വിളിച്ചത്. അതെ, രോഗം മാറ്റാനല്ലാതെ ആശാരിപ്പണിക്കൊന്നും എന്നെ വിളിക്കില്ലല്ലോ. നിങ്ങളിങ്ങനെ പരസ്പരം തല്ലൂടാണ്ട് എന്നൊന്ന് ചികിത്സിക്കുവോ? അതിന് അപ്പൂപ്പൻ നൈസായിട്ട് അവിടെ നിന്ന് എണീച്ചേ. എന്ത്, എന്റെ വീട്ടിൽ വന്നിട്ട് എന്നോട് എനിക്ക് പോവാനോ? അപ്പൂപ്പൻ ചില മോനവിടെ കെടുത്തിട്ട് നോക്കാൻ പറ്റില്ല എന്താ രോഗമെന്ന്. മനസ്സിലായോ? എനിക്ക് പോടുന്നു. ആ മോനെ, ഇവിടെ വേനയുണ്ടോ? അവിടെ ചെറുതായിട്ട് വേനിക്കുന്നുണ്ട്. ആ മോനൊന്ന് ഇരുന്നേ. ആ മോനെ, ഇവിടെ വേനിക്കണ്ടോ? അയ്യോ ഡോക്ടറെ, ഇവിടെ നല്ലോണം വേനിക്കുന്നുണ്ട് ഡോക്ടറെ. ഇനി നീ അവിടെ നിന്ന് എണീച്ചേ. ഡോക്ടറെ, പണി കിട്ടി, എണീക്കാൻ പറ്റുന്നില്ല. ഡോക്ടർ എന്താ എന്നെ ചെയ്തേ? ഡോക്ടറേക്ക് നിവരാൻ പറ്റുന്നില്ല. ഡോക്ടർ എന്തെങ്കിലും ഒന്ന് ചെയ്യേ. മോനെ, പണി കിട്ടിയെന്നാ തോന്നണേ. ഇത് എന്നെ കൊണ്ടൊന്നും ചെയ്യാൻ പറ്റില്ല. ഡോക്ടറെ, താൻ എന്താണ് എന്റെ മോനെ ചെയ്തേ? തനിക്ക് ഞാൻ ഇപ്പൊ തരാടോ. അവിടെ നിൽക്കടോ കള്ള ഡോക്ടറെ. അയ്യോ സാറേ, ക്ഷമിക്കണം, എനിക്ക് ഇത്ര വലിയ രോഗത്തിനുള്ള മരുന്നൊന്നും അറിയില്ല. എന്നെ ഒന്നും ചെയ്യല്ലേ. ഇപ്പൊ തരോടോ തനിക്കുള്ള പരിപ്പോടെയും ചായും. അയ്യോ സാറേ, എന്നെ തല്ലല്ലേ സാറേ. നീതാമല്ലോരെന്നെ ഇങ്ങനെ രോഗം ചികിത്സിച്ചിട്ട് ഇങ്ങനെ വയ്യാതെയാക്കിയാൽ തന്നെ ഞാൻ. ഇല്ല സാറേ, ഇനി ആരെയും ചികിത്സിക്കില്ല. എന്നോട് ക്ഷമിക്കണം സാറേ, എന്നെ വിട് സാറേ. ഇത്തവണയ്ക്ക് നീ ഓടിപ്പൊക്കോ. പോടാ മോനെ. സാരില്ല, നമുക്ക് വേറെ നല്ല ആശുപത്രി പോയിട്ട് ഈ രോഗം മാറ്റാം കേട്ടാ. നമുക്കറിയണ്ട, വിഷമിക്കേണ്ട അവിടെ ഇരിക്കും. ശരി അപ്പൂപ്പ.